മനസ്സിന്റെ അത്ഭുതങ്ങൾ എന്നുള്ളൊരു സെഷനാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിന്റെ ഒരുപാട് അത്ഭുത തലങ്ങളിലേക്കും മനസ്സിന് ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ, അതിനെ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളും എല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് മനസ്സ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകള്, വികാരങ്ങൾ, ഓർമ്മകള്, തീരുമാനങ്ങള് എന്നിവ നടത്തിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ്. അത് ശരീരത്തിലെ അവയവമല്ല, അല്ലെ? പക്ഷെ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഹാർഡ്വെയറിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു IT ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ, അല്ലെ? ഈ തലച്ചോറിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പോലെയാണ് മനസ്സ്. നമ്മൾ എന്ത് ചിന്തകളാണ്, വികാരങ്ങളാണ്, ഓർമ്മകളാണെങ്കിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിനകത്താണ് നടക്കുന്നതെന്ന് അറിയാം. ഈ മനസ്സിനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് പാർട്ടുകളായിട്ടാണ് എപ്പോഴും നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിന് നമുക്കറിയാൻ സാധിക്കും, ഇതിനകത്ത് ഒരു ചിത്രം കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ നമ്മൾ ശരിക്കും കാണുന്നത് ഒരു ഐസ്ബർഗ് ആണ്, അല്ലെ? ഈ ടൈറ്റാനിക് സിനിമയിലൊക്കെ ഐസ്ബർഗിൽ ഇടിച്ചിട്ട് അപകടം ഉണ്ടായത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ ഐസ്ബർഗിന്റെ അടിഭാഗമാണ്. മുകൾ ഭാഗം നോക്കുമ്പോൾ അത്ര സീരിയസ് ആയി തോന്നിയില്ലെങ്കിലും അടിഭാഗം ഇടിച്ചാണ് ആ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതേപോലെ കമ്പയർ ചെയ്താൽ നമ്മുടെ മനസ്സിൽ രണ്ട് ഭാഗങ്ങളുണ്ട്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡാണ് ഈ മുകളിൽ കാണുന്ന 10% എങ്കിൽ താഴെ കാണുന്ന 90% എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്നറിയപ്പെടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ബിലീഫ് സിസ്റ്റം, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ഹാബിറ്റ്സ്, വാല്യൂസ്, അതിൽ നമ്മളെ പ്രൊട്ടക്റ്റീവ് റിയാക്ഷൻസ്, ലോങ് ടേം മെമ്മറി, കുറേ അധികം ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്നത്, ഇമാജിനേഷന്, ഇൻറ്റ്യൂഷൻ, ഇതെല്ലാ കാര്യങ്ങളും ഈ സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയുണ്ട്? വിൽ പവർ ഉണ്ട്, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോജിക്കൽ തിങ്കിങ്, അല്ലേ? അത് ശരിയാണോ, ഇത് ശരിയാണോ, ക്രിട്ടിക്കൽ തിങ്കിങ്, അത് പറഞ്ഞത് കറക്റ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് ആ ഒരു സംഭവം തെറ്റാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല കണക്ക്, ഇത് തെറ്റാണ്, അല്ലെങ്കിൽ എന്തായിരിക്കും അയാൾ അങ്ങനെ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തായിരിക്കും ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്ന് മുതലായ എല്ലാ ക്രിട്ടിക്കൽ ആൻഡ് ലോജിക്കൽ തിങ്കിങ്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ട അപ്പം തന്നെ നമ്മൾ ഒരു OTP പോലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന അങ്ങനെ ചെറിയ ഷോർട്ട് ടൈം മെമ്മറികൾ, നമ്മളെ വിൽ പവർ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ കോൺഷ്യസ് മൈൻഡിനകത്താണ് ഉള്ളത്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് മൈൻഡ് കിടക്കുന്നത്. അപ്പോ നമുക്ക് അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന മൈൻഡ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഐസ്ബർഗായിട്ട് വീണ്ടും കമ്പയർ ചെയ്ത് ഒരു ചിത്രം വരുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡിന് മുകളിലുള്ള ഈ ചെറിയ ഭാഗം, പിന്നെ അൺകോൺഷ്യസ് ഏറ്റവും താഴെയുള്ള, അല്ലെ? ഇടയ്ക്ക് പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് ടൈം കാര്യങ്ങൾ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ജസ്റ്റ് വരുന്ന ചില ഷോർട്ട് ടൈം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് മൈൻഡ് എന്ന് പറയുന്നതാണ് നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതിലാണ് ശരിക്കും നമ്മളെ ഇമോഷൻസ്, അല്ലെങ്കിൽ ട്രോമ, നമുക്ക് എന്തെങ്കിലും ഒരു പേടി, അല്ലെങ്കിൽ പണ്ട് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനകത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു മെമ്മറീസ്, ദേ ആർ നോട്ട് ഈസിലി ആക്സസിബിൾ ടു യുവർ കോൺഷ്യസ് അവയർനെസ്. നമുക്ക് പെട്ടെന്ന് നമ്മളെ കോൺഷ്യസ് അവയർനെസ്സിൽ അത് കിട്ടണം എന്നില്ല. പക്ഷെ അതാണ് നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മളെ സ്വഭാവ രീതികൾ, നമ്മളെ പേഴ്സണാലിറ്റീസ്, നമ്മൾ ഓരോ കാര്യത്തിനോട് റിയാക്ട് ചെയ്യുന്നതൊക്കെ നിശ്ചയിക്കുന്നത് എന്താണ്? ഈ അൺകോൺഷ്യസ് മൈൻഡാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തതിനനുസരിച്ചാണ് നമ്മളെ ഈ സ്വഭാവ രൂപീകരണം, നമ്മളെ പഠനങ്ങൾ, നമ്മളെ റിയാക്ഷൻസ് എല്ലാം വരുന്നത്. ഹിപ്നോസിസ് ആൻഡ് സൈക്കോതെറാപ്പി ഹെൽപ്പ് ടു ആക്സസ് ഓർ റീഫ്രെയിം മെറ്റീരിയൽ ഫ്രം ദിസ് ലെവൽ, അല്ലേ? അപ്പം നമുക്ക് ഈ ലെവലിൽ, നമ്മളിപ്പോൾ സ്വഭാവത്തിലോ നമ്മളുടെ എന്തെങ്കിലും പെരുമാറ്റങ്ങളിലോ ഒക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ഈ ലെവലിൽ നമുക്ക് ചേഞ്ചസുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ലെവലിലാണ് എപ്പോഴും നമ്മൾ എവിടെ ടോക്ക് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരാളെ ഈ ലെവലിലായിരിക്കും. പക്ഷെ നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിൽ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ഈ ഭാഗം, ഈ മൗസ് കൊണ്ട് കാണിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ടതുണ്ട്.
അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പേഴ്സൺ ഹൂ ഫിയേഴ്സ് ഡോഗ്സ് ആഫ്റ്റർ എ ചൈൽഡ്ഹുഡ് ബൈറ്റ് മേ നോട്ട് കോൺഷ്യസ്ലി റിമെമ്പർ ദ ഇവന്റ്. അതായത് ചെറുപ്പത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഒരു പട്ടി കടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഭവം ചിലപ്പോൾ അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് ദ അൺകോൺഷ്യസ് മെമ്മറി ട്രിഗേഴ്സ് ഫിയർ ഓട്ടോമാറ്റിക്കലി. ബട്ട് നമുക്ക് ഈ പട്ടീനെ പിന്നെ ഈ പട്ടിയെ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഇവന്റ് പെട്ടെന്ന് ട്രിഗർ ചെയ്യും. ഈ ഇവന്റ് പെട്ടെന്ന് ട്രിഗർ ചെയ്തിട്ട് എന്താണ് വീണ്ടും സബ് കോൺഷ്യസ് ഇത് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ പേടി വരും. അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സബ് കോൺഷ്യസിൽ വേറെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, സബ് കോൺഷ്യസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോൺഷ്യസിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും സബ് കോൺഷ്യസിലെ കാര്യങ്ങൾ നമുക്ക് പാരലായിട്ട് ചെയ്തു പോകും, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്തു പോകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആസ് യു പ്രാക്ടീസ് റിപ്പീറ്റഡ്ലി യുവർ ബ്രെയിൻ സ്റ്റാർട്ട് റെക്കോർഡിങ് ദിസ് പാറ്റേൺ. അതായത് റിപ്പീറ്റഡ്ലി ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല കാര്യത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡ്രൈവിംഗ് ആണ്, നിങ്ങളൊരു വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഫോണിൽ ആളുകളോട് സംസാരിക്കുന്നുണ്ടാവും, പല പല ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഇതൊക്കെ കടന്നു പോയാലും കറക്റ്റ് നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നു. ബ്രേക്ക് ചവിട്ടേണ്ട സമയത്ത് നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്നു, ക്ലച്ച് ചവിട്ടേണ്ട സമയത്ത് ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ ചേഞ്ച് ചെയ്യുന്നു, സിഗ്നലിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ടേൺ ചെയ്യേണ്ടോട് ടേൺ ചെയ്യുന്നു. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. എങ്കിൽ പോലും ഇത് ചെറുപ്പത്തിലെ നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഈ ഡ്രൈവിംഗ് സ്കില്ല് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് റെക്കോർഡാണ്. അപ്പം മറ്റൊരു കാര്യം കോൺഷ്യസിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യം പ്രോസസ്സ് ചെയ്ത് ഇത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുപോലത്തെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് ടൈപ്പ്, നമ്മൾ ഇവിടെ ചിത്രത്തിൽ കണ്ട പോലെ ടൈപ്പിംഗ് അല്ലെ, തുടക്കത്തിലൊക്കെ ഓരോ അക്ഷരങ്ങൾ നോക്കി നോക്കി നമ്മൾ ടൈപ്പ് ചെയ്ത് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാതെയും നമുക്ക് എന്താണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് സ്പീഡായിട്ട് ടൈപ്പ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. നമുക്കത് എക്സ്പെർട്ടായിട്ട് ടൈപ്പ് ചെയ്യാം, കീബോർഡിൽ നോക്കാതെ ടൈപ്പ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ, ചില ദുശ്ശീലങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്കപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വരികയാണ്. ഒരു ഉദാഹരണത്തിന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ഇങ്ങനെ തോർത്തുമുണ്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കടിച്ച് തോർത്തുമുണ്ടെല്ലാം ഇതായി പോയിട്ടുണ്ട്, ചീത്തായിട്ട് പോയിട്ടുണ്ട്, അത്രയും മോശമായിട്ടുണ്ട്. അപ്പോൾ കണ്ട് സംസാരിച്ച ഒരാളാണ് അത്. ഒരു പ്രാവശ്യം അയാൾ ചെയ്ത സമയത്ത് അയാൾക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അത് റിപ്പീറ്റായി ചെയ്യുകയും അത് ആദ്യം ഒരു ആക്റ്റായി, ഒരു ജസ്റ്റ് ഒരു പ്രവൃത്തി മാത്രമായിട്ട് പിന്നീട് അത് ബിഹേവിയർ ആയിട്ട് മാറുകയും പിന്നീട് അത് ഹാബിറ്റ് ആവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് അത് പാസ്സായി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എപ്പോൾ തോർത്തുമുണ്ട് കാണുമ്പോൾ ഇത് ട്രിഗർ ചെയ്യുകയും ഇത് കടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വഭാവം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് സബ് കോൺഷ്യസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഉപബോധ മനസ്സ് ഞാൻ പറഞ്ഞു ഈസിലി ആക്സസിബിൾ അല്ല നമ്മളെ കോൺഷ്യസ് അവയർനെസ്സിന്. ബട്ട് ദേ ഇൻഫ്ലുവൻസ് യുവർ ബിഹേവിയർ, ഡ്രീംസ് ആൻഡ് റിയാക്ഷൻ. നമ്മളെ സ്വഭാവം, നമ്മളുടെ ബാക്കിയുള്ള റിയാക്ഷൻസ്, നമ്മളെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഇതെല്ലാം ഉപബോധ മനസ്സ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിലൊക്കെ ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യണം? നമ്മൾ ഈ ഉപബോധ മനസ്സിനകത്ത് വർക്ക് ചെയ്യണം. ഒന്നുകിൽ കോൺഷ്യസ് മൈൻഡിലൂടെ നോർമൽ തെറാപ്പീസ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസിലേക്ക് അത് പതിയുന്നത് വരെ നമ്മൾ ലേണിംഗ് ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ട് അയാൾ ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിന് മറ്റു ടെക്നിക്കുകൾ ഉപയോഗിക്കണം. അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ ടു മേക്ക് ചേഞ്ച് ഓൺ ദ ബിഹേവിയർ ഓർ റെഗുലേറ്റ് ഇമോഷൻ, വാട്ട് വി ക്യാൻ ഡു. അപ്പോൾ നമുക്ക് ഈ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, അതായത് എന്തെങ്കിലും കണ്ട് പേടിച്ച ഫോബിയ, ഇപ്പം ചെറുപ്പത്തിലെ ഇപ്പം എന്തെങ്കിലും ഒരു പേടി, ഒരു ഇവന്റ് നടന്നിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഒരു കപ്പിൾസ് അടുത്ത് കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഇരുട്ട് ലൈറ്റ് കെടുത്തുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ലൈറ്റ് ഇട്ടിട്ട് മാത്രമാണ് ഉറങ്ങാൻ സാധിക്കുള്ളൂ. അപ്പം
അത് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഇരുട്ടിൽ സംഭവിച്ച എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാം. ചിലപ്പോൾ ആ സംഭവം പോലും ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ഇരുട്ട് വരുമ്പോഴുള്ള പേടി അന്നത്തെ ആ റെക്കോർഡ് ചെയ്ത സംഭവത്തിന്റെ ട്രിഗറിങ് ആയിരിക്കാം. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ചേഞ്ച് അറ്റ് സബ് കോൺഷ്യസ് മൈൻഡ്. അല്ല, സബ് കോൺഷ്യസ് ലെവലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അത് അവിടെ ചേഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ അവസ്ഥയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചിലപ്പോൾ മായ്ച്ച് കളയാൻ പറ്റൂല ആ പേടി, പക്ഷെ അതിനെ റെഗുലേറ്റ് ചെയ്തിട്ട് അത് കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അടുത്തത്. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം, ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒക്കെ ഒരു ടൂളാണ്. ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കത്തി ഒരു ടൂളാണ് അല്ലേ. ആ കത്തി നമ്മൾ ചിലപ്പം പച്ചക്കറി കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കയറൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ചെടി എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും പുല്ലോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു ടൂളാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള, റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഹിപ്നോട്ടിസം ഉണ്ട്. സിനിമാ നടന്മാരെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു, ഇഷ്ടപ്പെട്ട ആളുകളെ, മരിച്ച ആളുകളെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റിയിട്ട് ചിരിപ്പിക്കുന്ന എന്റർടൈൻമെന്റ്. അത് ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ടൂൾ വെച്ചതുകൊണ്ട് തന്നെ ചെയ്യുന്ന എന്റർടൈൻമെന്റ് ആണ്, ആളുകളെ രസിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ്. എന്നാൽ അതേ ടൂൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തെറാപ്പി ചെയ്യാൻ പറ്റും. ആളുകളുടെ ഇങ്ങനത്തെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ ഫോബിയ, പേടി പോലത്തെ കാര്യങ്ങൾ മാറ്റാൻ, എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ്, സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ടൂൾ വെച്ചുകൊണ്ട് മാറ്റാൻ കഴിയും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഹിപ്നോസിസ് എന്നാണ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത്. ഹിപ്നോസിസ് എന്നത് ഒരു സ്വാഭാവികവും കേന്ദ്രീകൃതമായ മാനസികാവസ്ഥയാണ്. അവിടെ ഒരു വ്യക്തി വളരെ വിശ്രമത്തിലാവുകയും ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പോസിറ്റീവ് നിർദ്ദേശങ്ങൾ കൂടുതൽ തുറന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഹിപ്നോട്ടിസം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു പ്രത്യേക സ്റ്റേറ്റിലാണ്, അതായത് ഉറക്കമാണോ അല്ല, ഉണർന്നിട്ടുണ്ടോ ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേറ്റിൽ ആളിങ്ങനെ റിലാക്സ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ, ഉപബോധ മനസ്സിനെ പിടിച്ചാൽ കിട്ടും. അപ്പൊ നമ്മളെ പോസിറ്റീവ് നിർദ്ദേശങ്ങൾ കറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഇത് ഉറക്കമല്ല, ഉണർന്നിരിക്കലും ഉറക്കുന്നതിന് ഇടയിലുള്ള ഒരവസ്ഥയാണ്. അവിടെ ബോധമുള്ള മനസ്സ് വിശ്രമിക്കുകയും ഉപബോധ മനസ്സ് കൂടുതൽ സജീവവും സ്വീകാര്യവുമാവുന്നു. അപ്പൊ ബോധമുള്ള മനസ്സ് അവിടെ വിശ്രമിക്കുമ്പോൾ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങോ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്ന് പറയുമ്പോഴും സ്റ്റേജ് ഹിപ്നോട്ടിസത്തിൽ വിശ്വസിച്ച് പോകുന്നത്. അവിടെ ലോജിക്കൽ തിങ്കിങ് ഇല്ല. മമ്മൂട്ടി എങ്ങനെ ഇവിടെ വരുമോ, ഇവൻ പറയുന്നത് വെറുതെ അല്ലേ എന്നൊക്കെ ചിന്തിക്കാനുള്ള ലോജിക്കൽ തിങ്കിങ് അവിടെ പോസിബിൾ അല്ല, അവിടെ ഇല്ല. നേരെ വിശ്വസിക്കുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയതുകൊണ്ട് തന്നെ നേരെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തന്നെയാണ് തെറാപ്പിയും വർക്ക് ചെയ്യുന്നത്. പേടി മാറ്റാൻ, സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് നേരിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനിയൊരു വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഹിപ്നോസിസ് ഇറ്റ്സ് നോട്ട് എ സ്ലീപ്പ്, ഇറ്റ്സ് എ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഫോക്കസ്ഡ് അറ്റൻഷൻ അല്ലേ. ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറ്റൻഷൻ. അത് നമ്മളുടെ ഹിപ്നോട്ടിസം ചെയ്ത ഹിപ്നോട്ടിസ്റ്റിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അയാളുടെ നിർദ്ദേശങ്ങൾ മാത്രം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇത്തരം ഹിപ്നോട്ടൈസ് നമ്മൾ ഡെയിലി ലൈഫിൽ ഇത്ര ഹിപ്നോട്ടിസം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് വി ആൾ എക്സ്പീരിയൻസ് ട്രാൻസ്ലേക്ക് സ്റ്റേറ്റ്. നമ്മളൊരു മൂവി വാച്ച് ചെയ്യുമ്പം നമുക്കറിയാം സൈഡിലെ ആളുകളുണ്ട്, സിനിമയാണെന്ന് എല്ലാം അറിയാം. പക്ഷെ അതിലെ സ്റ്റോറി നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയുന്നത്, നമ്മളെ കണ്ണുനീര് വരുന്നത് അല്ലേ, അത് ടൈപ്പ് ഓഫ് ഹിപ്നോട്ടിസം ആണ്. നമ്മളപ്പോൾ അവിടെ നമ്മളുടെ സബ് കോൺഷ്യസിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് കയറി പോവുക, റിയാലിറ്റി പോലെ കയറി പോവാണ്. എന്നിട്ട് നമ്മൾ സങ്കടപ്പെടുന്നതാണ്. ബാക്കി എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ചിത്രം നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഹിപ്നോട്ടിസത്തിൽ എന്താ സംഭവിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈ ബ്ലൂ കളറിലെ ലൈൻ, ഈ ബ്ലൂ കളറിലെ ട്രയാങ്കിൾ നേരെ പോകുന്നത്
ബ്ലൂ കളറുള്ള സബ് കോൺഷ്യസിലേക്കാണ് അല്ലേ. ഇവിടെ നിന്ന് അത് സ്റ്റോപ്പ് ആയിട്ടില്ല. കോൺഷ്യസ് മൈൻഡിൽ തിങ്ക്, അനലൈസ്, ക്രിട്ടിസൈസ്, പ്രൊട്ടക്റ്റ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പറയാണ്, ഞാൻ നാളെ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പം രാജാവാണ്, മറ്റേന്താ പറയുക, മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറയുമ്പോഴും തിങ്ക്, അനലൈസ്, ക്രിട്ടിസൈസ് ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നേരെ ഇങ്ങോട്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഇത് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോബിയാസ് ആണെങ്കിലും ഇവിടെ നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അത് കറക്റ്റായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാണ്. നേരെ ഈ കോൺഷ്യസിലേക്ക് പറഞ്ഞാൽ ചിലപ്പം ഉള്ളിലേക്ക് അത്ര അത് കയറിക്കോണമെന്നില്ല. അയാൾ ഇവിടെ നിന്ന് പാസ്സാക്കിയിട്ട് അങ്ങോട്ട് കയറ്റുള്ളൂ. ഇതാകുമ്പോൾ ഡയറക്റ്റ് അത് അങ്ങോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ അത്ഭുതപരമായ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ, അതിനകത്തേക്ക് നമുക്കിതിനെ ഫിറ്റ് ചെയ്യാനും നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കൊടുത്ത് ഇതിനെ ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അവിടെ തിങ്കിങ്, അനാലിസിസ്, ക്രിട്ടിസൈസ് ഒന്നുമില്ല, നേരെ ഇവിടെ വിശ്വസിക്കുകയാണ്. നമ്മൾ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഉള്ളത്, പെർമനൻ്റ് മെമ്മറീസ്. ഇതാണ് why people showing the people who are no more with us or celebrities in front. അവിടെ ക്രിട്ടിക്കൽ മൈൻഡ് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് മരിച്ച ആൾ തിരിച്ചു വരുമോ എന്നൊന്നും അവിടെ ചിന്തിക്കാതെ മരിച്ച ആളെ നേരിട്ട് അയാൾ കാണുന്നത്. അതുപോലെ തന്നെ മരിച്ച എന്താ പറയുക, സെലിബ്രിറ്റി ഇവിടെ വരാൻ ചാൻസ് ഇല്ല എന്നറിഞ്ഞിട്ടും സെലിബ്രിറ്റി ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്, അത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്, ആ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അവിടെ കോൺഷ്യസ് മൈൻഡ് സ്ലീപ്പാണ്, അല്ലെങ്കിൽ അതൊരു ഫ്രോസൺ, അതവിടെ സ്ലീപ്പ് സ്റ്റേജിലാണ്, സബ് കോൺഷ്യസ് ആണ് അവിടെ ഇതൊക്കെ കാണുന്നത്. ഈവൻ അയാൾ കണ്ണ് തുറന്നാലും അപ്പോഴും സബ് കോൺഷ്യസിൽ തന്നെയാണ് ഉള്ളത്, കോൺഷ്യസിലേക്ക് വന്നിട്ടില്ല. പിന്നെ അയാളെ ഉറക്കിയിട്ട് അത് തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുക. എപ്പോഴും റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇങ്ങനത്തെ ഷോക്ക് വേണ്ടി കൊടുത്ത നെഗറ്റീവ് സജഷൻസോ അങ്ങനെ ഷോയിൽ വേണ്ടി കൊടുത്ത എൻ്റർടൈൻ സജഷൻസൊക്കെ നമ്മൾ റിവേഴ്സ് ചെയ്യും. അല്ലാതെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തത് റിവേഴ്സ് ചെയ്യാൻ പാടില്ലല്ലോ, അത് കറക്റ്റായിട്ട് തന്നെ വെക്കും. ഇനി ഇതിൻ്റെ കുറേ ഉപയോഗങ്ങളാണ്. സ്ട്രെസ് റിഡക്ഷൻ, കാരണം നമുക്ക് ഡീപ്പ് റിലാക്സേഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് റിലാക്സേഷൻ ഹോർമോണുകൾ, ഇപ്പോൾ ഡോപ്പാമീൻ അങ്ങനത്തെ കുറേ റിലാക്സേഷൻ ഹോർമോണുകളെല്ലാം റിലീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് അവിടെ ഡയലേറ്റ് ആവും, അതുകൊണ്ട് തന്നെ ഡയലൂട്ട് ആവും, അതുകൊണ്ട് തന്നെ റിലാക്സേഷൻ ആയിരിക്കും, അപ്പോൾ സ്ട്രെസ് കുറയും. പിന്നെ ഹാബിറ്റ്സ്, സ്മോക്കിംഗ് പോലത്തെ കാര്യങ്ങൾ, പെയിൻ മാനേജ്മെൻറ്റ്, പെയിൻ ചില കേസിനൊക്കെ പെയിൻ കുറയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. സ്ലീപ്പ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് നമുക്ക് ആ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബൂസ്റ്റിംഗ് കോൺഫിഡൻസ് കൂടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മെമ്മറി ആൻഡ് ഫോക്കസ്, മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ രൂപത്തിൽ സജഷൻസ് കൊടുത്തുകൊണ്ട് ഫോക്കസ് കൂടാനൊക്കെ ചെയ്യാം. ഫോബിയ കൺട്രോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോബിയകൾ, ഇപ്പം ടേലിനെ കണ്ടാൽ പേടി, അങ്ങനെ നോർമൽ പേടിയല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ച് ആകെ പ്രഷറൊക്കെ ഡൗൺ ആയ ആള് ബോധം കെട്ട് വീഴുന്ന പോലെ അത്ര അവസ്ഥയിലേക്ക് പോകും. അതാണ് ഫോബിയ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ലൈഫിന് അതൊരു ബുദ്ധിമുട്ടോ ലൈഫിലെ നോർമൽ കാര്യങ്ങളെ ബാധിക്കാത്തടത്തോളം കാരണം അത് ഡിസോർഡർ അല്ല, അത് പ്രശ്നമല്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ, ഒരു ഉദാഹരണത്തിന് 10 മിനിറ്റ് കുളിക്കുന്ന ഒരാൾ 20 മിനിറ്റ് കുളിച്ചാലും ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അത് അയാൾ 2-3 മണിക്കൂർ കുളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസോർഡറായി മാറും. OCD പോലത്തെ, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോലത്തെ രോഗങ്ങളിലേക്ക് പോകും. അപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മളെ നോർമൽ ജോബ് അല്ലെങ്കിൽ നോർമൽ സിറ്റുവേഷന് ലൈഫിനൊക്കെ ബാധിക്കുന്നതാണെങ്കിൽ ഡിസോർഡർ ആയിരിക്കും. ഇനി വെയിറ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? നമ്മൾ ആ ഫുഡ് ഹാബിറ്റ്സിനെ നമ്മൾ പോസിറ്റീവ് സജഷൻ കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ, നമ്മളെ മെനു കൃത്യമായി കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് സജഷനിലൂടെ ഉറപ്പിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ്. പിന്നെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് അല്ലേ, നമ്മളെ ബിലീഫ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും തോന്നലുകളാണ് ആളുകൾക്ക്. അതായത് എനിക്ക് എപ്പോഴും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തലവേദന, അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നില്ല. അങ്ങനെ ചില തോന്നലുകൾ, സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഭക്ഷണം കഴിച്ചാൽ എപ്പോഴും
വയറുവേദനയാണ്, അങ്ങനെ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കുറേ തോന്നലുകൾ, അതിനൊക്കെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതും ഫിസിക്കലി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മാനസികമായ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും. പലതും ടെസ്റ്റ് ചെയ്താലും നമുക്കൊരു യാതൊരു പ്രശ്നങ്ങളും അതിലൊന്നും കാണാൻ സാധിക്കില്ല. ഇനി ഇപ്രാവശ്യത്തിന് ചെറിയൊരു ഹിസ്റ്ററി പറയാം. കാരണം എന്താ വെച്ചാൽ അന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, അല്ലാതെ വലിയൊരു ഹിസ്റ്ററി പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല, കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് പറയുന്നു എന്നുള്ളൂ. അതായത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് സ്ലീപ്പ് ടെമ്പിൾസ് എന്ന് പറഞ്ഞ സിസ്റ്റം ആയിരുന്നു. അതായത് അവിടെ ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ മാനസികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവിടെ പോകും. പോയതിനു ശേഷം അവിടെ പ്രത്യേക ടോണ്, പ്രത്യേക ഒരു മ്യൂസിക്, പ്രത്യേക ഒരു ആംബിയൻസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവർ ഈ ട്രാൻസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്. ശരീരം റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓട്ടോമാറ്റിക് ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ റിലാക്സ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുകയും അങ്ങനെ റിലാക്സ് ചെയ്ത് ചെയ്ത് പെട്ടെന്ന് ഈ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങി ട്രാൻസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്, ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം ചെയ്യപ്പെട്ട ഒരു സ്റ്റേറ്റിലേക്ക് ആളുകൾ പോകും. അപ്പോൾ ഇതിൽ ഇവിടുത്തെ മെയിൻ ആളുകൾ വന്നിട്ട് ഇതിൻ്റെ ആരാണോ അവിടെ ഹീൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർ, ഹീലർ ആരാണോ അപ്പം അയാൾ വന്നിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ മാറ്റും. കുറേയൊക്കെ ഇതുപോലെ തന്നെയാണ് പല കേസുകളും നടക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം ഉണ്ടായിരുന്നത്. പിന്നെ വന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജയിലിൽ ചില പ്രതികൾ അവരുടെ സർജറി പോലത്തെ കാര്യങ്ങൾക്കൊക്കെ പെയിൻ റിലീഫായിട്ട് ഹിപ്നോട്ടിക് അനസ്തേഷ്യ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടക്ക് ഒരാൾ വന്നിരുന്നു, ഫ്രാൻസ് ആൻഡൻ മെസ്മർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞു എല്ലാ വ്യക്തികളിലും കാന്തിക ശക്തി ഉണ്ടെന്നും ആ കാന്തിക ശക്തിയുള്ള വേരിയേഷൻ ആണ് ആളുകളിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കുറെ കാന്തങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാരെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് ഇരുത്തിയിട്ടോ കിടത്തിയിട്ടൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. അതാണ് മെസ്മറിസം എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നത്, ആ മാഗ്നറ്റിക് പവർ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ കുറെ ആൾക്കാർ വന്നു. ഇത് ഈ ജയിലിലെ കുറെ ആളുകൾക്ക് എന്താ പറയാ, സർജറി സമയത്ത് രക്തസ്രാവത്തിലൂടെയും വേദനയിലൂടെയൊക്കെ ആളുകൾ മരിച്ചു പോകുന്നു. വേദന സഹിക്കാൻ പറ്റാതെ അറ്റാക്ക് പോലത്തെ കുറെ ഇഷ്യൂസ് വന്ന് മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ വന്നപ്പോൾ അവരിലാണ് ആദ്യം ഇത് പരീക്ഷിച്ചത്. അവരിൽ ഇത് പരീക്ഷിച്ചിട്ട് പെയിൻ റിലീഫ്, അവർക്ക് കുറെ പെയിൻ ഇല്ലാതെ സർജറി നടത്താനും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ സാധിച്ചു. അങ്ങനെയാണ് കാലക്രമേണ ഇതൊരു സയൻസ് ആയിട്ടൊക്കെ മാറുന്നത്. ഇങ്ങനെ കോൺഷ്യസ് മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് ഉറക്കി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് ഇത് പറയുന്നത്. അപ്പോൾ ബ്രെയിനിൽ അതൊരു പ്രോഗ്രാം പോലെ അങ്ങോട്ടേക്ക് കിട്ടും, കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യും മുതലായ സയൻസ് രൂപത്തിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് വന്നു. ഇങ്ങനെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സയൻസ്, ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ആളുകൾക്കൊക്കെ ഇപ്പോഴും വിശ്വാസമില്ലാത്തതും, എന്നാൽ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആളുകളിലുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിത്തുകൾ. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉറക്കമാണ് അല്ലെങ്കിൽ അബോധാവസ്ഥയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണർന്നിരിക്കുന്ന സ്റ്റേജാണ്, കൺട്രോൾ തന്നെ ആയിരിക്കും, പക്ഷെ ഡീപ്ലി റിലാക്സ്ഡ് ആൻഡ് ഫോക്കസ്ഡ് ആണ്. ഇനി ഹിപ്നോട്ടിസത്തിന് നിങ്ങളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇല്ല. നമ്മളെ മനസ്സിനെ നമ്മളെ വില്ലിനോ നമ്മളെ വാല്യൂസിനോ അഗേൻസ്റ്റ് ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഇതിലേക്ക് പോവാണ് ഓട്ടോമാറ്റിക് കോൺഷ്യസിലേക്ക് ആളുകൾ വരുന്നതായിരിക്കും. അതായത് ഒരു ബോധം വരും. ഓൺലി വീക്ക് മൈൻഡഡ് പീപ്പിൾ ക്യാൻ ബി ഹിപ്നോട്ടിസ്. അത് തെറ്റാണ്. എനിവൺ വിത്ത് നോർമൽ ഇന്റലിജൻസ് ആൻഡ് ഫോക്കസ് ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. എല്ലാ ആളുകളും അത്രയും ഹിപ്നോട്ടൈസബിൾ ആവൂല, പക്ഷെ വീക്ക് മൈൻഡഡ് പീപ്പിൾ മാത്രമൊന്നല്ല, സ്ട്രോങ് ആയിട്ടുള്ള ആളുകളും, എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് പറയപ്പെടുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഹിപ്നോട്ടൈസ് ആവുക എന്നാണ് പറയുന്നത്, മൈൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അത് അങ്ങനത്തെ ആളുകൾ എല്ലാവരും ഹിപ്നോട്ടൈസബിൾ ആണ്. ഹിപ്നോട്ടിസത്തിൽ ഒരിക്കലും സ്റ്റക്ക് ആവൂല. അത് ആരും നിങ്ങളെ ഉണർത്തിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് കുറച്ച് കഴിയുമ്പോൾ ഉണരും. പിന്നെ രഹസ്യങ്ങൾ ചോദിക്കുക, നമ്മളൊരിക്കലും നമ്മളെ അത്രയും പ്രൈവസി ഉണ്ടെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് സ്റ്റേജിലാണെങ്കിലും അത് പറയില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ ചില കാര്യങ്ങൾ ഹിപ്നോ അനാലിസിസിൽ ഒക്കെ എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിന് ഓർമ്മയില്ലാത്ത കാര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ചില പ്രശ്നങ്ങൾക്ക് കാരണം അതായിരിക്കും. അപ്പം നമുക്ക് ഹിപ്നോ അനാലിസിസ് നടത്തുമ്പോൾ കൃത്യമായി കോൺഷ്യസിൽ പറയാത്തതോ പറയാൻ മടിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും. സീക്രട്ടായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ വെളിപ്പെടുത്തൂല. പക്ഷെ
ഈ മറന്നുപോയ എവിടെയോ മെമ്മറി കിടക്കുന്നുണ്ട്, പക്ഷെ അത് റീകളക്ട് ചെയ്യാനായ ഓർത്തെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേജിൽ അയാൾ പറയും. ഹിപ്നോസിസ് ഈസ് എ മാജിക് ഓർ സൂപ്പർ നാച്ചുറൽ അല്ല, ഒരിക്കലല്ല. അത് സയൻസ് ആണ്, പ്യുവർ സയൻസ് ആണ്. നമ്മളെ കോൺഷ്യസ് മെമ്മറിനെ ഉറക്കിക്കൊണ്ട് സബ് കോൺഷ്യസിനോട് സംസാരിക്കുകയും സബ് കോൺഷ്യസിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സബ് കോൺഷ്യസിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അതായത് കോൺഷ്യസിൽ ഉണർന്നിരിക്കുമ്പോൾ പറയാൻ കഴിയാത്ത മറന്നുപോയ കുറെ കാര്യങ്ങൾ തിരിച്ചു നമുക്ക് കിട്ടുന്നു. പിന്നെ സ്റ്റേജ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് പ്യുവർലി എന്റർടൈൻ ചെയ്യാൻ, നിങ്ങൾ ചിരിപ്പിക്കാനുള്ളതാണ്. ടൂള് ഹിപ്നോട്ടിസം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചിരിപ്പിക്കാൻ മാത്രമാണ്, അത് സന്തോഷിപ്പിക്കാനുള്ള എന്റർടൈൻമെന്റ് ആണ്. തെറാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രീറ്റ്മെന്റ് ആണ്. കുറെ സമയം അതിനെടുക്കുന്നതാണ്, കുറെ സെഷൻസ് വേണ്ടി വരും. അത് നമ്മൾ പതിയെ പതിയെ കോൺഷ്യസിലേക്ക് സബ് കോൺഷ്യസിലേക്ക് ആക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണത്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും മാക്സിമം എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ചെറുതായിട്ട് ഈ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കുറേ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഡോപ്പമീൻ എന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ സ്വന്തം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ, നമ്മളെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ, നമ്മളൊന്ന് കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡോപ്പമീൻ റിലീസ് ഉണ്ടാവും. ഓക്സിഡോസിൻ ആണെങ്കിലോ നമുക്ക് സോഷ്യലൈസ് ചെയ്യുക, ഫിസിക്കൽ ടച്ച്, പെറ്റിങ് ആനിമൽസ്, അതായത് ബാക്കിയുള്ള സഹായിക്കുമ്പോൾ, ഒരു ആളുകളൊക്കെ ഒന്ന് കൂടുമ്പോഴൊക്കെ ഓക്സിറ്റോസിനും, എക്സർസൈസ് ചെയ്യുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും സിനിമ കാണുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ എൻഡോർഫിന്, സെറോട്ടോണിൻ എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ, മൈൻഡ്ഫുൾനെസ്, നമ്മളെ ഓരോ കാര്യങ്ങൾ നോക്കി കൃത്യമായിരിക്കും നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ, ടൂറൊക്കെ പോകുമ്പോൾ, മെഡിറ്റേഷൻ സമയത്തൊക്കെ സെറോട്ടോണിനും. അപ്പൊ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാൽ, എന്തൊക്കെ ടെൻഷനുകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കുമെന്നാണ് ഇതിന് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം തീർച്ചയായിട്ടും ഹിപ്നോട്ടിസം പോലത്തെ കാര്യങ്ങൾ നമ്മൾ തെറാപ്പി പോലെ സൈക്കോതെറാപ്പി പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം ആക്ടിവിറ്റീസുകളിലേക്ക് കൂടുതൽ കൊണ്ടുവരുമ്പോൾ സ്ട്രെസ് കുറക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സെൽഫായിട്ടും ഇതൊക്കെ ചെയ്യാം. ഇനി അപകടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മളെ മനസ്സ് നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം സെറോട്ടോണിൻ ഇപ്പൊ നമ്മളെ എന്തെങ്കിലും സ്ട്രെസ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ പുറത്തേക്ക് വരുന്ന സ്ട്രെസ് ഹോർമോൺ, കോർട്ടിസോൾ പോലത്തെ ഹോർമോണുകൾ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്തരം ചില അവസ്ഥയിലൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണുകൾ കൂടിക്കഴിയുമ്പോൾ അത് ബ്ലഡിനെ വളരെയധികം ബാധിക്കുകയും അത് കാരണം നമുക്ക് കുറേ ലോ ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ക്ഷീണം, വെയിറ്റ് ചേഞ്ചസ്, ഉറക്കമില്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ അത് കൊണ്ടുപോകും. ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിനെ റിഫ്രഷ് ചെയ്ത് അടുത്ത ദിവസത്തേക്ക് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതില്ലെങ്കിൽ അത് മറ്റുള്ള അവയവങ്ങളെയും ബാധിക്കും, പല പല അസുഖങ്ങൾ ഉണ്ടാവും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞാലും പല അസുഖം. അതുകൊണ്ടാണ് ടെൻഷനിൽ ഇരിക്കുമ്പോൾ എപ്പോഴും തലവേദനയും മറ്റു അസുഖങ്ങളും കൂടുതൽ വരുന്നത്. അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് വർക്കൗട്ട് ചെയ്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഷൻ പോവുകയും ഒപ്പം തന്നെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും പോവുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ടെൻഷനിലിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടാവുക. എന്നാൽ എല്ലാവരുടെ കൂടെയും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നല്ല ഹാപ്പി ആയിരിക്കുമ്പോൾ ഈ ടെൻഷനുകൾ ഈ വേദനകൾ ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കൂടുതൽ അസുഖം തോന്നും, പക്ഷെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അസുഖമൊക്കെ പോയ പോലെയും തോന്നും. അപ്പൊ നമുക്ക് അപ്പം ആ ഒരു ഹാപ്പി ഹോർമോൺസ് വരുന്നതോടുകൂടി നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് ശരീരം കൂടി അതിനോട് സപ്പോർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരുപാട് സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തൈറോയിഡ്, മെറ്റാബോളിക് ഹോർമോൺസിനെ അഫക്റ്റ് ചെയ്യുന്നു. അത് മെറ്റാബോളിസം, അതുപോലെ തന്നെ ക്ഷീണം, അങ്ങനത്തെ കുറെ മടി പോലത്തെ കുറെ അവസ്ഥകളിലേക്ക് വന്ന് ശരീരത്തിന് ഡേഞ്ചർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ സാഡ് സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ആ മറ്റുള്ള സന്തോഷകരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി കുറച്ച് കേസസ് ആണ്, അതായത് എൻ്റെ അടുത്ത് വന്ന കുറച്ച് കേസസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സ് ശരീരത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും മനസ്സിൽ തോന്നലാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡബിളായി. ഇപ്പൊ നമുക്ക് അസുഖങ്ങൾ പലതും ഇങ്ങനെ അസുഖം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വേദന കൂടുതൽ അനുഭവപ്പെടും. അത് മനസ്സ്, ബ്രെയിന് ബോഡീനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടി ഒരു ഉമ്മയും വന്നു. അപ്പൊ അതില് കുറെ എന്താ പറയാ
ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അതായത് കുട്ടിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വയറുവേദന. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, ടെസ്റ്റുകൾ ചെയ്തു, പല പല കാര്യങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ശരീരത്തിൽ ഒരു കുഴപ്പമില്ല കുട്ടിക്ക്. കുടല് ഓക്കെയാണ്, ശരീരം ഓക്കെയാണ്, വയറ് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമൽ. അങ്ങനെ നമ്മൾ ഈ ഹിപ്നോസിസ് സെഷനുകളിൽ വിധേയമാക്കുകയും കുട്ടിയെ കൃത്യമായി അത് നമ്മൾ കറക്റ്റ് ചെയ്യുകയും ചെയ്തതിലൂടെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ സെഷൻസ് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞോടുകൂടി ഇത് പോയി. അപ്പോൾ അതെന്താണ്, മനസ്സിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ പോലെ, അതായത് മനസ്സിന്റെ പ്രശ്നം കൊണ്ട് ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ, ഒരു എഫക്റ്റാണ് ഇത്. അപ്പം അത് തോന്നലുകൾ മാത്രമായതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്ത് സബ് കോൺഷ്യസിൽ അത് കറക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം വളരെ സുഖമായി, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു കേസ്. ഇനി ഡെവിൾ ഇൻ ദ ബോഡി, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്, അതായത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രോമ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്ട്രെസ് ഡിസോർഡർ ആണ് ഈ ഒരു PTSD എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിൽ അപ്പോൾ ആക്സിഡന്റിൽ രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി മരിച്ചു കഴിഞ്ഞു, മറ്റേ ആളെ രക്ഷപ്പെട്ടു. അപ്പം മറ്റേ ആൾക്ക് തോന്നുകയാണ് ഇയാളുടെ ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ഇയാളുടെ ശരീരത്തിലുണ്ട്. അങ്ങനെ തോന്നല, അങ്ങനെ പറയാണ്, ഇയാൾ ബാധ കൂടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ആകെ ചാടി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഈ ബാധ ഒഴിപ്പിക്കുന്ന ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഒരു പ്രത്യേക സ്റ്റേറ്റിൽ അയാളെ കൊണ്ടുപോയി, അയാൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ കൊണ്ടുപോയി അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇപ്പം മന്ത്രവാദിയാണെങ്കിലും എന്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ട്രാൻസ് സ്റ്റേറ്റ് പോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പോകുമോ എന്നൊക്കെ ചോദിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് അയാളെ സബ് കോൺഷ്യസിനെ അത് പോയി എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ അയാൾ തിരിച്ചു വരുമ്പോൾ അയാൾ നോർമൽ ആവണം. ഇതേ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇയാളെ സബ് കോൺഷ്യസിനെ നമ്മൾ ഹിപ്നോട്ടിസം ടെക്നിക്കിലൂടെ, ആ ഒരു സയൻസാണ് അവിടെ നടക്കുന്നത്. ഹിപ്നോട്ടിസം ടെക്നിക്കിലൂടെ അയാളെ സബ് കോൺഷ്യസിനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ അയാൾക്ക് അങ്ങനെ ബാധ കൂടലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഈ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസിലേക്ക് പറയുന്ന ഒരു എക്സാമ്പിളാണ് മണിച്ചിത്രാഴ മൂവിയിൽ പ്രേതം കൂടി എന്ന് പറയുന്നതും അത് സയൻസിലേക്ക് വരുന്നത്. ഇപ്പോൾ അന്ധവിശ്വാസത്തിൽ നിന്ന് അതൊരു സയൻസിലേക്ക് മാറുന്നതും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ മൈൻഡിന് അങ്ങനെ ഒരു ഇത് വരുത്തുകയാണ്. അത് ഞാൻ ചെയ്തു എന്നുള്ള, അയാളെ കൊന്നു എന്നുള്ളത് വരുത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന, അയാളുടെ സബ് കോൺഷ്യസിൽ ഉണ്ടാകുന്ന ആ ചേഞ്ച് കാരണം അവർ നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തും. അടുത്തെന്ന് പറയുന്നത്, ഒരാളിൻ്റെ അടുത്ത് സംസാരിച്ചു, എനിക്ക് ഇങ്ങനെ നേരത്തെ നന്നായിട്ട് വണ്ടി ഓടിച്ചിരുന്ന, വളരെ എക്സ്പെർട്ടൈസ് ആയിരുന്നു. എന്തോ അറിയില്ല, കുറച്ച് കാലത്തിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഒരു പേടി, വണ്ടികൾ വന്ന് ഇടിക്കുവോ, ഇപ്പൊ ഞാൻ വണ്ടിയിട്ട് പോകുമ്പോൾ ഒന്ന് മറിഞ്ഞാലോ, അല്ലെങ്കിൽ ബാക്കിൽ ലോറി വന്ന് ഇടിച്ച് ചതഞ്ഞാലോ, അല്ലെങ്കിൽ ജംഗ്ഷനിൽ വന്ന് 2-3 വണ്ടി എൻ്റെ വണ്ടീനെ ഇടിച്ചിട്ട് ഞാൻ അതിനെ ഉള്ളിൽ പെട്ടാലോ, ഇങ്ങനെയൊക്കെ ചിന്തകൾ വരിക. ബൈക്കിനും കാറിനും ഒക്കെ ഓടിക്കുമ്പോൾ ഈ ചിന്തകൾ വരിക. അപ്പൊ ആള് വന്നു, സംസാരിച്ചു, 2-3 സെഷൻ കൊടുത്തു. നോർമലി ഇങ്ങനെ സെഷൻ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഓഡിയോ ഒക്കെ കൊടുത്തു വിടും, അത് അവർ കേട്ട് പിന്നെ അടുത്ത ആഴ്ച വരാൻ പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സെഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോ പിന്നെ എന്താണ് വിവരങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ വരേണ്ടി വന്നിട്ടില്ല, കാരണം എൻ്റെ അതൊക്കെ പോയി എന്ന് പറഞ്ഞു, പേടിയൊക്കെ പോയി, എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. അതൊരു സംഭവം. പിന്നെ കുറേ ദുശീലങ്ങളുള്ള, ഇപ്പൊ ഒരു ഫ്രണ്ട് ആദ്യം നന്നായിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പൊ സിഗരറ്റ് നിർത്തി കഴിഞ്ഞ് അപ്പൊ അവന് ഹാൻഡ്സ് വെക്കുന്ന ഇതുണ്ടായി. അപ്പൊ അവൻ തന്നെ സംഭവം ഈ ഹാൻഡ്സ് മാറ്റി. അപ്പൊ ആരോ പറഞ്ഞു അവനോട് നിക്കോടെക്സ് കഴിച്ചാൽ മതി, ചവച്ചാൽ എല്ലാം റെഡിയാവും. അങ്ങനെ ആ ചുയിങ്കം, ആ സാധനം നിക്കോടെക്സ് എന്ന് പറഞ്ഞ ചുയിങ്കം, ആ ഒരു സംഭവം അവന് കഴിച്ചു തുടങ്ങി. പിന്നെ ഇപ്പൊ വന്ന് അവന് ഈ നിക്കോടെക്സ് ഇല്ലാതെ അവന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എന്തായി, ഈ ഒരു കേസ് അവനിലേക്ക് എത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പതിയെ അവന് ഈ ട്രീറ്റ്മെന്റ്, ഈ സെഷൻ കൊടുത്ത് ഹിപ്നോസിസ് സെഷൻ കൊടുത്ത് ഈ അവസ്ഥ വളരെ കുറഞ്ഞു. അതായത് കുറെ കഴിച്ചിരുന്നതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, പിന്നെ ദൈർഘ്യം കൂടി. അതായത് രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ, അങ്ങനെ അത് കുറച്ച് വരുന്നുണ്ട്. ഇപ്പം ഫ്യൂച്ചറിൽ പതിയെ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്പിറ്റിംഗ് വൈൽ ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ തുപ്പുക സൈഡിലേക്കൊക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ
ബിഹേവിയർ ഫോർമേഷൻ ആണ്, സബ് കോൺഷ്യസിലേക്ക് പോകുന്നതാണ് ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാവുക. അതായത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു, അയാളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാണ്. ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് അതൊരു ഹാബിറ്റ് ആവുകയും പിന്നെ അത് ബിഹേവിയറിന്റെ പാർട്ട് ആവുകയും ചെയ്തു. പിന്നെ എപ്പോൾ ആണെങ്കിലും ഓട്ടോമാറ്റിക് അയാൾ അറിയുണ്ടാവില്ല അയാൾ തുപ്പുന്നതും. അങ്ങനെ അതും നമുക്ക് പോസിറ്റീവ് സജഷൻ കൊടുത്തിട്ട് അതിനെ നമുക്ക് കുറേ അധികം കറക്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ആങ്കർ മാനേജ്മെന്റ്, എപ്പോഴും ദേഷ്യം ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടുന്നതിലൂടെ ഒരുപാട് നമുക്ക് ആ ഒരു എന്താ പറയാ, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു റിലാക്സേഷൻ, അത്തരം ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇപ്പം ദേഷ്യം മാത്രമല്ല, അത് ഡിപ്രസ്ഡ് സ്റ്റേറ്റാല് ആങ്സൈറ്റി, നമ്മുടെ ടെൻഷൻ, അങ്ങനത്തെ സ്റ്റേറ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും പ്രശ്നം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡിൽ ഇത്തരം ഹോർമോണുകൾ മിക്സ് ആകുന്നതിലൂടെ ലോങ് ടൈം ഒരുപാട് ഇഷ്യൂസ്, ഇമ്മ്യൂണിറ്റി, ഹാർട്ട് ഇഷ്യൂസ്, ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മനസ്സിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം കറക്റ്റ് ആവുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പം ആങ്കർ മാനേജർ ഒരാൾക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരിക എന്ത് കാര്യത്തിലും. അങ്ങനെ അതും നമുക്ക് പതിയെ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഈ ദേഷ്യം കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതായത് തെറാപ്പി സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടുകളായിട്ട് ഇതിനെ തിരിക്കാം. അതായത് മേ ബി എൻറ്റയർലി നമുക്ക് തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഇഷ്യൂ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു തെറാപ്പിയുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് അസസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. ഓൾറെഡി ചെയ്യുന്ന തെറാപ്പിയിൽ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹിപ്നോ അനാലിസിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഹിപ്നോസിസ് ചെയ്തിട്ട് ആളെ ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ ചോദിക്കും. ഓരോരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ നമ്മളെ തെറാപ്പികളിലേക്ക് വേണ്ട ഇൻപുട്സ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. ആ ഇൻപുട്ടുകൾ എന്തെങ്കിലും ഒരു അസസ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് യൂസ് ചെയ്തിട്ട് മറ്റുള്ള തെറാപ്പി അയാളെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാം. അതേപോലെ നമുക്ക് നോർമലി ഹീലിങ്ങിന്, റിസോൾവിങ് ഓർ റെഡ്യൂസിങ് ഇന്റൻസിറ്റി ഓഫ് ഇഷ്യൂസ്, ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇമോഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സംഭവം ചെറുപ്പത്തിൽ സംഭവിച്ചു അതേപോലത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ വീണ്ടും ആള് പെട്ടെന്ന് സിറ്റുവേഷൻ മാറുന്നതും കൊളാപ്സ് ചെയ്ത് ബോധം കെട്ട് വീഴുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് ഇമോഷൻ റെഗുലേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ആ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹീൽ ചെയ്യാനും അങ്ങനത്തെ ഹാബിറ്റ്സിനെ റിസോൾവ് ചെയ്യാനൊക്കെ പോസിറ്റീവ് സജഷൻ കൊടുത്തുകൊണ്ട് നമുക്കിതിനെ മൊത്തം ഇഷ്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചില മെമ്മറീസ്, ഫൈൻഡിങ് സം മെമ്മറീസ് ദാറ്റ് ആർ അൺറീച്ചബിൾ ടു കോൺഷ്യസ് മൈൻഡ്, അയാൾ നേരെ ഇരിക്കുമ്പോൾ നമ്മളോട് പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഓർമ്മയേ ഇല്ല, അങ്ങനത്തെ ചില കാര്യങ്ങൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട് ഹിപ്നോസിസിൽ. അതായത് പഴയ ഏജിലേക്ക് കൊണ്ടുപോയി, അതായത് ഓർമ്മ വെച്ച നാള് മുതലുള്ള എല്ലാ പഴയ മെമ്മറികളിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഹിപ്നോട്ടിസം സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. ആ പഴയ മെമ്മറിയിൽ അതാത് ഏജുകളിൽ കൊണ്ടുപോയിട്ട് അന്നത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. അതും നമ്മളെ ഇയാളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ, അത് കാരണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അസസ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള, ഇപ്പം അങ്ങനത്തെ ചില ഡിസോർഡറുകൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഹിപ്നോസിസ് മൊത്തം ഒരു ടൂളായി നമ്മൾ ഉപയോഗിക്കണം എന്നില്ല. തെറാപ്പിസ്റ്റുകളോ സൈക്കോളജിസ്റ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസസ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ടൂളിനെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈ ടൂളിനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എൻറ്റയർലി നമുക്കിത് മാത്രമായിട്ട് തെറാപ്പിയായിട്ട് യൂസ് ചെയ്യാം. ഇത് രണ്ടും ഈ കാര്യങ്ങളൊക്കെ ഇതിന് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഒരിക്കലും കോൺഷ്യസ് മൈൻഡിൽ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലോ ഹിപ്നോ അനാലിസിസ് പോകുമ്പോൾ കൃത്യമായി അവരത് പറയും. അപ്പോൾ അത് റീകളക്ട് ചെയ്യാനും നമ്മളോട് പറയാനും സാധിക്കും. കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ അവർക്ക് അതിനങ്ങനെ കാര്യം ഓർമ്മയേ ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഹസ്ബൻഡും വൈഫും വന്നിട്ടുള്ള ഒരു കേസിൽ ഹസ്ബൻഡ് എന്ത് രീതിയിൽ അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചാലും വൈഫ് പെട്ടെന്ന് പേടിച്ച് എന്തൊക്കെയോ അവസ്ഥയിലേക്ക് വരികയാണ്. ഫിസിക്കലി അടുക്കാൻ ശ്രമിച്ചാലും പേടിച്ച് ബോധം കെടുന്നു, എന്തൊക്കെയോ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം പാസ്റ്റ് ലൈഫ് റിഗ്രഷനോട് കൊണ്ടുപോകുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തോ ഒരു ട്രോമ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നെന്നും അത് കോൺഷ്യസ് മൈൻഡ് പോലും ഓർമ്മയില്ല, സംഭവിച്ചത് അവർക്ക് ഓർമ്മയില്ല. പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലാണ് അത് കിട്ടുന്നതും അങ്ങനെ അത് നമുക്ക് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നത്. ഇനി അവസാനമായിട്ടൊരു ടിപ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത്
എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ പഴയ കാര്യങ്ങൾ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വരാൻ പോണ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും. പക്ഷെ പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. റിലാക്സ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ആകാശത്തെ മാത്രം നോക്കിയിട്ട് അതിലെന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു ക്ലോക്കിന്റെ ഡയൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാം. അല്ലെങ്കിൽ കണ്ണടച്ചിട്ട് പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടിട്ടിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെറും ചെരുപ്പിടാതെ ഒന്ന് നടന്നു നോക്കാം. അല്ലെങ്കിൽ ചെടികളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യണേ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പുറത്തേക്ക് പോയി ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നിരീക്ഷിക്കുക. ഇങ്ങനെ ഇങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും പ്രസന്റിൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇത്തരം നമ്മളുടെ വിഷമങ്ങൾ, സ്ട്രെസ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ പോവുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. ഒന്നെങ്കിൽ ട്രെയിനിൽ പോകേണ്ടിയില്ലായിരുന്നു, ബസ്സിൽ വന്നില്ലെങ്കിൽ നേരത്തെ എത്തുമായിരുന്നല്ലോ, ബസ്സിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് നമുക്ക് ആകെ ടെൻഷൻ അടിക്കാം. അതുപോലെ ഫ്യൂച്ചറിൽ ട്രെയിൻ ഇനി എത്തൂലേ, ലേറ്റ് ആവുമോ, എപ്പോഴാണ് എത്തുക, എത്തിയിട്ട് നമുക്ക് വണ്ടി വേറെ കിട്ടുമോ, അല്ലെങ്കിൽ ട്രെയിൻ മറിഞ്ഞു വീഴുമോ, ഈ പാലത്തിലൂടെ പോകുമ്പോൾ ട്രെയിനിന് അപകടം സംഭവിക്കുമോ, ഇതൊക്കെ ഫ്യൂച്ചറിൽ ആലോചിച്ചിട്ട് അങ്ങനെയും നമുക്ക് ടെൻഷൻ അടിക്കാം. അതൊന്നും അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ആരൊക്കെ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്, അടുത്തിരിക്കുന്ന ആളുകൾ, കുട്ടികളൊക്കെ എന്താണ് ചെയ്യുന്നത്, പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്, എന്തൊക്കെ മനോഹരമായ സ്ഥലത്തിലൂടെയാണ് ട്രെയിനിൽ പോകുന്നത്. അങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ക്ഷീണം ഉണ്ടാവില്ല, നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല, വിഷമങ്ങളും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഇതുപോലെ മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും മനസ്സ് എന്ന് പറഞ്ഞത് അത്ഭുതം തന്നെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈൻഡ്ലൂം ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയിക്കുന്നതാണ്. ഇതിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷനോ അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മൈൻഡ്ലൂം ടീമുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.